പ്രിയ സുഹൃത്തുക്കളെ, ഈ വർഷത്തെ IPL സെമി ഫൈനൽ ലിസ്റ്റായി. ഏതാണ്ട് 4 ടീം സെമിയിലെത്തിയിട്ടുണ്ട്. RCB, GT, SRH, അതേപോലെ തന്നെ രാജസ്ഥാൻ. പക്ഷെ ഈ വർഷത്തെ IPL ആ ഗ്രൂപ്പ് മത്സരം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകവും അവസാന മത്സരം വരെ അത്ര ഒരു എന്താ പറയുക ആകാംക്ഷ നിറഞ്ഞ ഒരു മത്സരമായിരുന്നു. രാജസ്ഥാന് ലാസ്റ്റ് മത്സരം ജയിച്ചപ്പോഴാണ് പഞ്ചാബും KKRും പുറത്തായത്. പക്ഷെ ആ മത്സരത്തിൽ രാജസ്ഥാൻ തോൽക്കുകയാണെങ്കിൽ ഗതി വേറെ ആയിരുന്നു. പക്ഷെ മത്സരങ്ങളെല്ലാം നല്ല ടൈറ്റ് മത്സരങ്ങളും ഒരു ടീമിനും ആധിപത്യം ഇല്ലാത്ത ഒരു IPL ആയിരുന്നു 2026 IPL. പക്ഷെ എന്തായാലും നമ്മളിവിടെ കാണുന്നത് എന്താ വെച്ചാൽ ഒരു ടീം, അതായത് പഞ്ചാബ് എന്ന ടീം ഇതാ ആദ്യത്തെ 7 മത്സരം കഴിഞ്ഞപ്പോൾ ഇതായി ടേബിൾ നോക്കി കേട്ടാ. 7 മത്സരം കഴിഞ്ഞപ്പോൾ 6 മത്സരത്തിലും വിജയിച്ച്, ഒരു മത്സരം മഴ കാരണം ഉപേക്ഷിച്ച്. അങ്ങനെ 7 മത്സരം കഴിയുമ്പോൾ 13 പോയിന്റുമായി ആ ടേബിളിൽ ലീഡിങ്ങിലായിട്ട് ഏറ്റവും 1ാം സ്ഥാനത്ത് തുടർന്ന ടീമാണ് പഞ്ചാബ്. 14 മത്സരം കഴിഞ്ഞപ്പോൾ ടേബിൾ നോക്കി, 14 മത്സരം കഴിഞ്ഞപ്പോൾ ആ ടീം 5ാം സ്ഥാനത്തേക്ക് എത്തിയിട്ട് ഈ ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനലിൽ എത്താതെ പുറത്തായി. ഒരു പക്ഷേ IPLൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഇങ്ങനത്തെ ഒരു ട്രാജഡി ഒരു ടീമിന് വരുന്നത്. ഒരിക്കലും 7 മത്സരങ്ങളൊക്കെ കളിച്ചിട്ട് 6 മത്സരം ജയിച്ച് ഒരു മത്സരം സമനിലായ ഒരു ടീം IPL ക്രിക്കറ്റ് എന്നല്ല ഒരു മത്സരത്തൊന്നും ഈ സെമി കാണാതെ പുറത്താവില്ല, 100% ഗ്യാരണ്ടിയാണ്. പക്ഷെ തുടർച്ചയായിട്ട് 6 മത്സരം തോറ്റിട്ടാണ് ആ ടീം പുറത്താവുന്നത്. അവസാന മത്സരം വിജയിച്ച് എങ്കിലും ആ ടീം വളരെ നമ്മളൊക്കെ ഏകദേശം ഒരു 6 മത്സരം കഴിഞ്ഞപ്പോൾ കപ്പെടുക്കാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ഏതാനും ചില ടീമുകളിൽ 1ാം സ്ഥാനം RCBക്കും ഈ പഞ്ചാബിനൊക്കെ ആയിരുന്നു. GT ഒക്കെ താഴെ ആയിരുന്നു. GT ഒക്കെ ഗുജറാത്തൊക്കെ 2ാം സ്ഥാനത്തെത്തി. ആ പഞ്ചാബാണ് ഭയങ്കര, ചുരുക്കം പറഞ്ഞാൽ ആ ടീം മാനേജ്മെൻറ്റിനും ആ പ്ലേയേഴ്സിനൊക്കെ ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അത്ര പെർഫോമൻസ് ഉണ്ടായിരുന്ന ടീമാണ്. നിർഭാഗ്യവശാൽ പല മത്സരം ചെറിയ മാർജിനിൽ തോറ്റ്. പക്ഷെ അവസാന ഘട്ടം ആ തോൽവിയെല്ലാം ഈ ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ കയറാൻ പറ്റാതെ പുറത്താകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എന്തായാലും സെമി ഫൈനലിൻ്റെ ആ ലൈനപ്പ് ഇതാ ഇപ്പോൾ 4 ടീം വന്നിട്ടുള്ളത്. 1ാം സ്ഥാനം കിട്ടിയ RCBയും GTയും മത്സരം, പിന്നെ SRHും രാജസ്ഥാനും മത്സരം. 1ാം സ്ഥാനത്തെ ടീമുകൾക്ക് തോറ്റാലും മത്സരം ഉണ്ടാവും. 3, 4 സ്ഥാനക്കാർക്ക് എലിമിനേറ്ററാണ്, അത് തോറ്റൊരു പുറത്താവും. അതായത് 1ാം സ്ഥാനം 2ാം സ്ഥാനം തമ്മിൽ മത്സരം, അതിൻ്റെ വിജയികൾ ഫൈനലിലെത്തും. തോറ്റ ടീമുകൾ ഈ എലിമിനേറ്ററിൽ നിന്നും, അതായത് രാജസ്ഥാനും SRHും ഹൈദരാബാദും അതിൽ വിജയികളായിട്ട് മുട്ടും. അങ്ങനെയാണ് സെമി ഫൈനലിൽ വരാറ്. എന്തായാലും നമ്മളെ ഈ IPL ആകെ ഒരു ആകാംക്ഷ നിറഞ്ഞ ഒരു ലാസ്റ്റ് ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ പഞ്ചാബിൻ്റെ ആരാധകരൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് പഞ്ചാബ് പുറത്തായി. രാജസ്ഥാന് അകത്തേക്ക് എത്തി. രാജസ്ഥാൻ നല്ല ടീമാണ്. പക്ഷെ എന്നാലും പഞ്ചാബ് നമ്മളെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ 7 മത്സരങ്ങൾ വിജയിച്ചിട്ട് ആ പഞ്ചാബ് പുറത്തായപ്പോൾ, ഞാനൊരു പഞ്ചാബിൻ്റെ ഫാനൊന്നുമല്ല, ഞാൻ SRH ഹൈദരാബാദിൻ്റെ ആളാണ്. എങ്കിലും പഞ്ചാബ് പുറത്തായപ്പോൾ നമുക്ക് പേഴ്സണലി ഒരു ടെൻഷനായി. കാരണം നല്ല പെർഫോമൻസ് ഉള്ള ടീമായിരുന്നു ഈ IPL. അവർ പുറത്തായി. ശ്രേയസ് അയ്യർ ആയിരുന്നു എൻ്റെ ക്യാപ്റ്റൻ. നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു. അവസാന മത്സരത്തിൽ വരെ സെഞ്ചുറി അടിച്ചിട്ടാണ് ടീമിനെ ജയിപ്പിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ടീം സെമി ഫൈനലിൽ കയറാൻ കഴിയാതെ ഈ 2026 IPL നിന്ന് പുറത്തായി.